വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന മെഡിക്കൽ ടെർമിനേഷൻ ഓഫ് പ്രഗ്നൻസി ആക്ട് ആണ്. സോ ബേസിക്കലി അബോഷൻ എന്നൊക്കെ പറയാം, അല്ലെങ്കിൽ അബോഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കുറച്ച് ക്രൈറ്റീരിയ ഉണ്ട്. സോ ഇനാക്ട് ചെയ്ത് 1971 ഇനാക്ട് ചെയ്തത്. ആൻഡ് അമെൻമെന്റ് ചെയ്തത് അല്ലെങ്കിൽ വന്നത് 2020 വന്നത് കേട്ടോ. അമെൻമെന്റ് ഇൻ ദ സെൻസ് ഫർണിഷ് ഒക്കെ ചെയ്ത് നല്ല പ്രോപ്പറായി സ്ട്രിക്റ്റ് ആയിട്ട് വന്നത് 2020. സോ ബേസിക്കലി MTP ആക്ട് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫസ്റ്റ് വൺ ഇസ് വിമൻ ഹെൽത്ത് ആണ്. അപ്പം എല്ലാ പേർക്കും ഒരേ സമയത്ത് പ്രഗ്നൻസി എന്ന് പറയുന്നത് പറ്റുന്ന കാര്യമല്ല. ചിലപ്പോൾ അവർക്ക് ഒരു മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ ഒരു മെന്റലി ഒരു ഓക്കെ ആയിരിക്കില്ല. ആ സമയത്ത് അബോഷൻ വേണമെങ്കിൽ പോലും അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് വിമൻ ഹെൽത്ത്. ഒന്ന്. രണ്ട്, ലീഗൽ ഫ്രെയിം വർക്കാണ്. അതായത് സ്ത്രീകൾക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് സേഫ് ആയിരിക്കാനും അല്ലെങ്കിൽ അബോഷൻ സർവീസ് കൊടുക്കാൻ വേണ്ടിയിട്ടുമാണ് ഈ ഒരു ലോ കൊണ്ടുവന്നത്. ആൻഡ് അൺസേഫ് പ്രാക്ടീസ്, അതായത് എല്ലാ പേർക്കും പോയി അബോഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പം നേഴ്സിനോ അല്ലെങ്കിൽ ഫാർമസിസ്റ്റോ ചെയ്യാൻ പറ്റില്ല. അതിന് ചെയ്യുന്നതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ആൻഡ് ക്വാളിറ്റീസ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്. അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂ. പിന്നെ പ്രൊട്ടക്ട് ചൈൽഡ്, ഗേൾ ചൈൽഡ് ആണ്. ഇപ്പോൾ കുഞ്ഞു കുട്ടികളെയൊക്കെ പെൺകുട്ടികളെയൊക്കെ പീഡിപ്പിക്കാറൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഒരു ചിലപ്പോൾ പ്രഗ്നൻസി വന്നേക്കാം. അപ്പോൾ പ്രഗ്നൻസി അബോഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ടെർമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും ഈ ലോ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതാണ്. ടൈം ലിമിറ്റ് ഉണ്ട് കേട്ടോ. ഒരു പ്രഗ്നൻസി ടെർമിനേഷൻ ചെയ്യാൻ അല്ലെങ്കിൽ ഒരു അബോഷൻ ചെയ്യണമെങ്കിൽ പോലും ടൈം ലിമിറ്റ് പറയുന്നുണ്ട്. 20 വരെ ആഴ്ചയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ കണ്ടീഷനോ അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡ് അപ്രൂവൽ തന്നെ വേണം എന്നില്ല. നമുക്ക് ഏതൊരു ഡോക്ടറിനും എന്തെങ്കിലും അബോഷന് വേണ്ടി എഴുതി കൊടുക്കാം എന്നുള്ളതാണ്. പിന്നെ 20 മുതൽ 24 ആണ് എന്നുണ്ടെങ്കിൽ 20 മുതൽ 24 ആഴ്ചയാണ് നിങ്ങളുടെ ടൈം പീരീഡ് പറയുന്നുണ്ടെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ സ്പെസിഫിക് കേസുകളിൽ മാത്രമേ, അല്ലെങ്കിൽ മെഡിക്കൽ ബോർഡിന്റെ അപ്രൂവലോടെ സ്പെസിഫിക് കേസുകളിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അബോഷൻ എന്ന രീതി ചെയ്യാൻ പറ്റുള്ളൂ. ഇനി ബിയോണ്ട് 24 വീക്ക്, അത് 24 വീക്കിന് ശേഷം ആണ് വരുന്നതെങ്കിൽ നമുക്ക് മെഡിക്കൽ ബോർഡ് അപ്രൂവൽ ആവശ്യമാണ്. ടെർമിനേഷൻ അല്ലെങ്കിൽ പ്രഗ്നൻസി ഒഴിവാക്കുക എന്ന് പറയുന്നത് അത്രയും റെയറസ്റ്റ് ഓഫ് റെയർ കേസാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യില്ല. മെഡിക്കൽ ബോർഡ് അത്രയും തറവായിട്ട് ചെക്ക് ചെയ്ത് ഇത് ആവശ്യമുണ്ടോ എന്ന് നോക്കിയതിനു ശേഷം മാത്രമേ ചെയ്യുള്ളൂ. ഈ ഒരു വീക്കിന്റെ കണക്ക് നിങ്ങൾ നിർബന്ധമായി പഠിക്കുക. 20 മുതൽ 24, ബിയോണ്ട് 24 മറന്നു പോകരുത് കേട്ടോ. സോ കണ്ടീഷൻ ഫോർ പ്രഗ്നൻസി ടെർമിനേഷൻ എപ്പോഴൊക്കെ നമുക്ക് ചെയ്യുന്നത്? ഫസ്റ്റ് വൺ ഇസ് റിസ്ക് ടു മദർ. അമ്മയ്ക്ക് കേടാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ എക്സാമ്പിൾ മെന്റലി ഓക്കെ അല്ല, ഫിസിക്കലി ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം. ഈ ഫീറ്റൽ അബ്നോർമാലിറ്റി ആണ്. കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നമാണ് അല്ലെങ്കിൽ കുഞ്ഞ് ജനിക്കാൻ പോകുന്നത് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളാണ്. അത് ഇന്ത്യയിൽ മാത്രമേ പോസിബിൾ ഉള്ളൂ, പുറത്തുനിന്നും അങ്ങനെ ഇല്ല. അങ്ങനെ ഒരു സംഭവം കണ്ടുപിടിച്ചാൽ പോലും നിങ്ങൾ പ്രസവിച്ചേ പറ്റൂ എന്നുള്ള അവസ്ഥയാണ് ചില രാജ്യങ്ങൾ കേട്ടോ. എല്ലായിടും ഇല്ല, ചില രാജ്യങ്ങളിൽ. പിന്നെ അൺഇൻഡ് പ്രഗ്നൻസി, നിങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ കോൺട്രാസെപ്ഷൻസ്, കോണ്ടം, കോപ്പർറ്റീവ് പോലുള്ള യൂസ് ചെയ്തിട്ട് ഏതെങ്കിലും സമയത്ത് വെച്ച് അത് ഫെയിലറായി പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രഗ്നൻസി നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി കൺസേൺ ആൻഡ് ഡിസിഷൻ മേക്കിംഗ് ആണ്. സോ അഡൾട്ട് വിമൻ, അതായത് ഇപ്പോൾ എക്സാമ്പിൾ ഒരു സ്ത്രീ ആണ് എന്നുണ്ടെങ്കിൽ സ്ത്രീയുടെ കൺസേൺ നിർബന്ധമായി നമ്മൾ എടുത്തിരിക്കണം. 18 വയസ്സിന് ശേഷമുള്ളത്. ഇനി 18 വയസ്സിന് താഴെയാണ് എന്നുണ്ടെങ്കിൽ ആരാണോ ഗാർഡിയൻ, ഇപ്പം അച്ഛനാണോ അമ്മയാണോ ഗാർഡിയൻ, അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയുടെ അവരുടെ കയ്യിൽ നിന്ന് നമുക്ക് കൺസെന്റ് വാങ്ങാം. ഇനി മാരിഡ് വിമൻ, ഇപ്പം കല്യാണം കഴിഞ്ഞ സ്ത്രീയാണ് എന്നുണ്ടെങ്കിൽ ഹസ്ബൻഡിൻ്റെയും കൂടെ ആക്സസ് അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെയും കൂടെ എന്താണ് നമ്മൾ ചില സമയത്ത് കൺസെന്റ് എടുക്കാറുണ്ട്. പിന്നെ മെന്റലി ഇൽ വിമൻ, അതായത് ഇപ്പോൾ മെന്റലി അവർ ഓക്കെ അല്ല അല്ലെങ്കിൽ മെന്റലി അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഗാർഡിയന്റെ കൺസെന്റ് എടുക്കാം. ഇപ്പം 18 വയസ്സ് കഴിഞ്ഞ് മെന്റലി ഓക്കെ അല്ലാത്തൊരു സ്ത്രീ ആണെന്നുണ്ടെങ്കിൽ ഗാർഡിയൻ, ആരാണോ ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, അച്ഛനാണെങ്കിൽ അച്ഛൻ, അമ്മയാണെങ്കിൽ അമ്മ, ആർക്കാണോ ഉള്ളത് അവർക്ക് കൺസെന്റ് കൊടുക്കാം എന്നുള്ളതാണ്. ഇനി ക്വാളിഫൈഡ് മെഡിക്കൽ പ്രാക്ടീഷണർ, ആരൊക്കെയാണ് ഈ ഒരു മെഡിക്കൽ ടെർമിനേഷൻ ചെയ്യാൻ പോകുന്നത്? ഫസ്റ്റ് വൺ ഈസ് രജിസ്റ്റേർഡ്, അതായത് നിർബന്ധമായും ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ ആക്ട് പ്രകാരം രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡോക്ടർ ആയിരിക്കണം. ക്വാളിഫിക്കേഷൻ പറയുവാണെങ്കിൽ ഗൈനക്കോളജിയിൽ ആൻഡ് ഒബ്സ്ട്രക്ഷനിൽ എന്തെങ്കിലും ക്വാളിഫൈഡ് ആയിരിക്കണം. എക്സ്പീരിയൻസ് പറയുവാണെങ്കിൽ അബോഷൻ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് അയാൾക്ക് ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അയാൾക്ക് അബോഷൻ ചെയ്യാൻ പറ്റും. ഒന്ന് ഡോക്ടർ ആയിരിക്കണം, ക്വാളിഫൈഡ് ആയിരിക്കണം, എവിടെ, ഗൈനക്കോളജിയിലോ ഒബ്സ്ട്രക്ഷനിലോ, പിന്നെ എക്സ്പീരിയൻസ്ഡും ആയിരിക്കണം എന്നുള്ളതാണ്. ഞാൻ പറയാൻ പോകുന്നത് ഈ ക്വാളിഫിക്കേഷൻസോട് സ്പെസിഫിക് ആയിട്ട് പറയാൻ പോവുകയാണ്, കാര്യം നോട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് വൺ വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ഡോക്ടറിന് PGയോ അല്ലെങ്കിൽ PG ഡിപ്ലോമയോ എവിടെ ഗൈനക്കോളജി ഒബ്സ്ട്രക്സിൽ ഉണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും ടെർമിനേഷൻ ചെയ്യാം. 2, ഓൾറെഡി നമുക്ക് ഈ നിയമം വരുന്നതിന് മുന്നേ ഉള്ള ഡോക്ടേഴ്സ് ഇല്ലേ, അവർക്ക് ഓൾറെഡി 3 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ ഗൈനക്കോളജിയിലും ഒബ്സ്ട്രക്ഷനിലും എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അവർക്കും എന്ത് ചെയ്യാം, അബോഷൻ ചെയ്യാൻ പറ്റും. ഇനി ഇല്ലാന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് ക്രൈറ്റീരിയ പറയുന്നുണ്ട്. 6 മാസത്തെ ഹൗസ് സർജൻസി ഇൻ ഗൈനക്കോളജി ഒബ്സ്ട്രക്ഷൻ ആണെങ്കിൽ
അവർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ 1 വർഷത്തെ എക്സ്പീരിയൻസ് അബോഷനിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാൻ പറ്റും. മിനിമം 25 കേസുകളെങ്കിലും അസിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ട്രെയിനിങ് കിട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, അവർക്ക് അബോഷൻ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്ന് PG ഓർ PG ഡിപ്ലോമ ഇൻ ഒബ്സ്ട്രക്ഷൻ ഗൈനക്കോളജി ഉണ്ടെങ്കിൽ, പിന്നെ 3 വർഷത്തെ എക്സ്പീരിയൻസ്, പിന്നെ 6 മാസം ഹൗസ് സർജൻസി ഇൻ ഗൈനക്കോളജി, അല്ലെങ്കിൽ 1 വർഷത്തെ എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ 25 കേസെങ്കിലും മിനിമം അവർ അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, മെഡിക്കൽ ടെർമിനേഷൻ ചെയ്യാം. ഇപ്പോൾ ഇത്രയും കഴിഞ്ഞ് ആഡ് ഓൺ ചെയ്തിട്ടില്ല, അതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ആഡ് ഓൺ ചെയ്ത് പഠിക്കുക കേട്ടോ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ക്വാളിഫിക്കേഷൻ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടത് അത്യാവശ്യമാണ്. രജിസ്റ്റേർഡ് മെഡിക്കൽ ഫെസിലിറ്റീസ്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാവർക്കും അബോഷൻ ചെയ്യുക എന്ന് പറയുന്നത് ഫീസിബിളായ കാര്യം അല്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അല്ലേ. അപ്പം എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ട് നമുക്ക് അബോഷൻ ചെയ്യാൻ പറ്റുമോ? അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ ഹോസ്പിറ്റലിലും പോയി നമുക്ക് അബോഷൻ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമ്മുടെ കാലിൻ്റെ അസുഖം മാത്രം സ്പെസിഫിക്, ഡയബറ്റീസ് മാത്രം നോക്കുന്നത്, അവിടെ പോയി നമുക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഹോസ്പിറ്റലിൽ പോയിട്ട് എല്ലാ ഹോസ്പിറ്റലിലും പോയിട്ട് നമുക്ക് അബോഷൻ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ ചെയ്യാം കേട്ടോ. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതോറിറ്റി പെർഫോം ചെയ്യുന്നുണ്ട്, അബോഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ പോയി ചെയ്യാം. പിന്നെ പ്രൈവറ്റ് ക്ലിനിക്കിൽ MTP ആക്ട് പ്രകാരം, അല്ലെങ്കിൽ MTP ആക്ട് നിർദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെയും ചെയ്യാം. പിന്നെ ഫെസിലിറ്റി റിക്വയർമെൻറ്റ്സ്, അതായത് ആവശ്യമുള്ള എക്യുപ്മെൻറ്റ്സ്, ഹൈജീൻ, വൃത്തിയൊക്കെ ഉണ്ട് എന്ന്, വൃത്തിയും നിർബന്ധമായും അവിടെ ഉണ്ടായിരിക്കണം. പിന്നെ റെഗുലർ ഇൻസ്പെക്ഷൻ, അവിടെ റെഗുലറായിട്ട് പീരിയോഡിക് ആയിട്ട് അവിടെ ഇൻസ്പെക്ടേഴ്സ് വന്ന് നോക്കുകയും ചെയ്യും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു രജിസ്റ്റേർഡ് മെഡിക്കൽ ഫെസിലിറ്റീസിക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ ഫെസിലിറ്റിക്ക് ആവശ്യമാണ് എന്നുള്ളത് ചിന്തിക്കാം. ഇനി എന്താ കാര്യങ്ങൾ സൂക്ഷിച്ചിരിക്കണം? ഒന്ന്, പേഷ്യൻ്റ് ഐഡൻറ്റിറ്റി. ഒരു കാരണവശാലും പേഷ്യൻ്റ് ഐഡൻറ്റിറ്റി നിങ്ങൾ പുറത്തേക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പാടില്ല. മെഡിക്കൽ റെക്കോർഡുകൾ കീപ്പ് ചെയ്യണം. ഒരു കാരണവശാലും നിയമപരമല്ലാതെ വരുന്ന ഒരു കാരണവശാലും, ഇപ്പോൾ ഒരാൾ വന്ന് പറയുകയാണ് ഇന്ന സ്ത്രീക്ക് ഇന്ന അബോർഷൻ ചെയ്തെന്ന് ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാൻ പാടില്ല. ഇപ്പോൾ പോലീസ് വരികയാണ്, അവരുടെ കയ്യിൽ പ്രോപ്പറായ ഓർഡറൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. ഇനി ഇതിൽ എവിടെയെങ്കിലും നിങ്ങൾ ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് നിങ്ങൾ ഇൻഫോർമേഷൻസ് പുറത്തേക്ക് എത്തിക്കുവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൽ നിയമ നടപടികൾ വരെ എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ ഇംപ്ലിമെന്റേഷൻ ആൻഡ് ഓവർസൈറ്റ് ആണ്. സോ ബേസിക്കലി സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി, നമുക്ക് സ്റ്റേറ്റ് ലെവൽ കമ്മിറ്റി ഉണ്ട് കേട്ടോ, അവരാണ് ഈ MTP ആക്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. പിന്നെ മെഡിക്കൽ ബോർഡ് എന്ന് വെച്ചാൽ ഫോർമർ ടു അപ്രൂവ് അബോഷൻ ബിയോണ്ട് 20 വീക്ക് ഓഫ് ജസ്റ്റേഷൻ, അതായത് 20 ആഴ്ചയിൽ കൂടുതലായിട്ടാണ്, അല്ലെങ്കിൽ 20 ആഴ്ചയിൽ മേലെ ആണ് പ്രഗ്നൻസി വരുന്നത്, ടെർമിനേഷൻ ചെയ്യാൻ, അബോഷൻ ചെയ്യാൻ വേണ്ടി വരികയാണെങ്കിൽ മെഡിക്കൽ ബോർഡ് നിർബന്ധമായും അറിയിച്ചിരിക്കണം. ഇനി റെഗുലർ റിപ്പോർട്ടിങ്, നിർബന്ധമായും അബോഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, എത്ര അബോഷൻ വന്നു, എപ്പോൾ വന്നു, എങ്ങനെ വന്നു എന്നുള്ള കാര്യങ്ങൾ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കണം. പീരിയോഡിക് റിവ്യൂ ചെയ്യണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവ്യൂ ചെയ്യണം. നമ്മൾ ചെയ്യുന്ന ഈ ലോയുമായി ബന്ധപ്പെട്ടാണോ ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കണം. ഇനി പെനാൾട്ടീസ് ഫോർ നോൺ കംപ്ലൈൻസ് ആണ്. ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ അൺക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണറാണ് ഈ അബോഷൻ ചെയ്യുന്നതെങ്കിൽ 7 വർഷം വരെ എന്ത് ചെയ്യാം, തടവ് ശിക്ഷ ഏർപ്പെടാം. ഈ അൺഅപ്രൂവ്ഡ് ഫെസിലിറ്റി, നേരത്തെ പറഞ്ഞതുപോലെ ഫെസിലിറ്റി അപ്രൂവ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ വിത്തൗട്ട് രജിസ്ട്രേഷനിൽ ഒരു ഹെവി ഫൈൻ തന്നെ അവരുടെ മണ്ടയിൽ കൊടുക്കാറുണ്ട്. ആൻഡ് ബ്രീച്ച് കോൺഫിഡൻഷ്യലിറ്റി, ഏതെങ്കിലും തരത്തിൽ പേഷ്യൻറ്റിൻ്റെ ഇൻഫോർമേഷൻസ് പുറത്തേക്ക് കൊടുക്കുകയാണെങ്കിലും ലീഗൽ ആക്ഷൻ എടുക്കും. ആൻഡ് ഫോൾസ് സർട്ടിഫിക്കേഷൻ, അതായത് ഏതെങ്കിലും തരത്തിൽ ഫോൾസ് ആയിട്ടുള്ള മെഡിക്കൽ സർട്ടിഫിക്കറ്റ്സ്, ഇപ്പോൾ അബോഷൻ ചെയ്തു അല്ലെങ്കിൽ അബോഷൻ ചെയ്തില്ല എന്നുള്ള രീതിയിലുള്ള ഫോൾസ് സർട്ടിഫിക്കറ്റ് കൊടുത്താൽ അവരുടെ പേരിൽ എന്ത് ചെയ്യാം, വേണമെങ്കിൽ പെനാൽറ്റി വരാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ പണിഷബിൾ വരാം എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. മിക്കവാറും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ ചോദിക്കും, വർഷം മറന്നു പോകരുത്. ഒരു എളുപ്പമുള്ള ചാപ്റ്ററാണ്, അധികമൊന്നും ഇല്ല, പഠിക്കാനൊന്നും അധികമായിട്ടൊന്നും ഇല്ല, എന്നിട്ട് പഠിക്കുക. സോ നെക്സ്റ്റ് ഇടണം. താങ്ക് യു.